അടിച്ചു വിളിക്കുകയെന്ന് കരുതുന്നു. എന്തായാലും തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമുക്ക് 2 മിനി ഫ്രെയിം ഉണ്ടാക്കാം. ആക്ച്വലി ഞാൻ ഒരു ഫ്രെയിമാണ് ഉണ്ടാക്കാൻ കരുതിയത്, ബട്ട് ലാസ്റ്റ് ഇത് 2 അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഒരു സൈഡ് 70 സെന്റിമീറ്ററും മറ്റേ സൈഡ് 15 സെന്റിമീറ്റർ ഉള്ള ഒരു പേപ്പർ എടുക്കുക. ചാർട്ട് പേപ്പറോ ഐവറി ഷീറ്റോ ആണെങ്കിൽ കുറച്ചും കൂടി കട്ടി ഉണ്ടാകും. എന്നിട്ട് 1 സെന്റിമീറ്റർ അളവിൽ 4 സൈഡിലും ഇതേപോലെ കോളംസ് വരക്കണം. പിന്നെ അതിന്റെ 4 ഭാഗത്തും 4 സ്ക്വയേഴ്സ് ഉണ്ടാവും, അത് കട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഏകദേശം പ്ലസ് പോലുള്ള ഒരു പേപ്പർ കിട്ടും. ഇനി ഇതേപോലെ ഈ 4 സൈഡിൽ വരച്ചിട്ട് കട്ട് ചെയ്യുക. നെക്സ്റ്റ് ഈ 2 സൈഡ് മടക്കിയിട്ട് ഒട്ടിക്കുക. എന്നിട്ട് മറ്റേ 2 സൈഡും ഒട്ടിക്കുക. അതൊന്ന് അതിന്റെ ഉള്ളിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കട്ടോ. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫ്രെയിം അല്ല കേട്ടോ, ഇത് ഞാൻ വേറെ ഉണ്ടാക്കിയതാണ്. ഞാൻ മാറ്റാൻ കാരണം അതിന്റെ ഒരു സൈഡ് നീളം കൂടി വളഞ്ഞു പോയ പോലെ. അപ്പൊ നിങ്ങൾ മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയി എടുക്കണം കേട്ടോ. എനിവേ, ഈ ഫ്രെയിം മാത്രം പോരല്ലോ, ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതിന് ചെറിയൊരു ബ്രൗൺ പേപ്പർ പീസ് എടുത്തിട്ട് ഒന്ന് വളച്ചിട്ട് ചെടിച്ചട്ടി പോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഞാൻ ആദ്യം പൂക്കൾ ഉണ്ടാക്കി വെക്കാനായിരുന്നു കരുതിയത്. പിന്നെ മടി കാരണം ഞാൻ അത് ലീവ്സ് ആക്കി. നിങ്ങൾക്ക് ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് ഗ്രീൻ സ്കെച്ചിനോട് വരച്ചിട്ട് കട്ട് ചെയ്യാണ്. ഇനി അതൊന്ന് അറേഞ്ച് ചെയ്ത് അതിന്റെ മേൽ ഒട്ടിച്ചു കൊടുക്കുക. നല്ലവണ്ണം അമർത്തി ഒട്ടിക്കണ്ട, അതിന്റെ ഒരറ്റത്ത് മാത്രം പശ തേച്ചിട്ട് ഒട്ടിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? ഇനി നമ്മുടെ മറ്റേ ഫ്രെയിം ഉണ്ടല്ലോ, ഒന്ന് വളഞ്ഞ ഫ്രെയിം, അത് ചെറുതായിട്ടൊന്ന് വളഞ്ഞിരച്ച് അതിന് വെറുതെ വിടാൻ പറ്റുമോ? അതിന്റെ ഉള്ളിൽ ഞാൻ ബട്ടർഫ്ലൈനെയാണ് വെക്കുന്നത്. ഞാൻ മുമ്പ് എന്തൊരു ഇതുണ്ടായാലും അതിന് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കും. ബർത്ത്ഡേക്കായാലോ മദേഴ്സ് ഡേക്കോ ഫാദേഴ്സ് ഡേക്കോ ടീച്ചേഴ്സ് ഡേക്കോ എല്ലാ ഡേക്കും ഞാനൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കും. അതിലൊരു കാർഡിൽ പോലും ബട്ടർഫ്ലൈ ഉണ്ടാവാതൊക്കെ ഇല്ല. ഇതേപോലുള്ള ബട്ടർഫ്ലൈസിന്റെ ഒരു വീക്ക്നെസ് ഇനി അതൊക്കെ വീട്. അപ്പോ ബട്ടർഫ്ലൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലായില്ലേ? ആദ്യം ഒരു പീസ് കളർ പേപ്പർ എടുക്കുക, എന്നിട്ട് നടുമടക്കുക. ഇനി ബട്ടർഫ്ലൈന്റെ ഒരു ചിറക് വരച്ചു കൊടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്യുക. ഇനി ഒരു ചെറിയ A4 പേപ്പർ എടുക്കുക, എന്നിട്ട് നേരത്തെ കട്ട് ചെയ്തതിനേക്കാളും ചെറിയ ഒരു ബട്ടർഫ്ലൈ കട്ട് ചെയ്യുക. എന്നിട്ട് ആ ചെറിയ ബട്ടർഫ്ലൈന്റെ മടക്കിയ ഭാഗത്ത് മാത്രം പശ തേച്ചിട്ട് വലിയ ബട്ടർഫ്ലൈന്റെ സെന്ററിൽ ഒട്ടിക്കുക. ഇനി ആ ബട്ടർഫ്ലൈന്റെ മടക്കി ആ സെന്ററിൽ പശ തേച്ചിട്ട് ആ ഫ്രെയിമിന്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിന്റെ അടിയിൽ ഇഷ്ടമുള്ള വേർഡോ കോട്ടോ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുക. അപ്പൊ എങ്ങനെയുണ്ട്? ഈ ഫ്രെയിമും അടിപൊളിയല്ലേ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും ഇതിന്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കാട്ടോ. ഇതിനിപ്പോ ഡെസ്കിൽ വെച്ചിട്ട് ഡെസ്ക് ഡെക്കർ ആയിട്ട് യൂസ് ചെയ്യുക, ഇനി വാളിൽ ഒട്ടിച്ചിട്ട് വാൾ ഡെക്കർ ആയിട്ടും യൂസ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി വേറെ ലോങ് വീഡിയോ ആയിട്ട് കാണാം.